കാസർഗോഡ് ജില്ലയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുമോ? എയിംസ് സ്ഥാപിക്കാനായി പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കലക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. PCKയുടെ കൈവശമുള്ള 274.69 ഏക്കർ ഭൂമിയെ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് അർജുൻ പാണ്ഡ്യൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ അപേക്ഷയെ തുടർന്ന് സർക്കാർ നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരളത്തിൻ്റെ ദീർഘകാല സ്വപ്നമാണ് എയിംസ്. വർഷങ്ങളായി പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നു, വാഗ്ദാനങ്ങൾ ഉയരുന്നു, നിരവധി സ്ഥലങ്ങൾ പരിഗണിക്കപ്പെടുന്നു. പക്ഷേ കേരളത്തിന് സ്വന്തമായ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന സ്വപ്നം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പോഴിതാ ആ സ്വപ്നത്തിന് പുതിയ ഒരു പ്രതീക്ഷ മുളയ്ക്കുകയാണ്. സ്ഥലം നേരിട്ട് സന്ദർശിച്ച് 10 ദിവസം കൊണ്ട് കലക്ടർ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയത്. നിർദ്ദിഷ്ട ഭൂമിയുടെ റീസർവേ, ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, അതുപോലെ മറ്റു ചിത്രങ്ങൾ ഒക്കെ ഈ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ കേരളത്തിൻ്റെ എയിംസ് സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? പെരിയയിൽ എയിംസിന് വഴി തുറക്കുമോ? അതോ കാര്യങ്ങൾ വീണ്ടും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. കേന്ദ്രം ചില സുപ്രധാനമായ മാനദണ്ഡങ്ങൾ ഈ എയിംസ് അനുവദിക്കുന്നതിനായി മുന്നോട്ട് വച്ചിരുന്നു. അതിൽ റെയിൽവേ, വ്യോമ കണക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് കലക്ടർ തൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കാഞ്ഞങ്ങാട്, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. മംഗളൂരു, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടുത്തുണ്ട്. ജലലഭ്യത ഉറപ്പാണ്. അതുപോലെ മൈലട്ടി പവർ സ്റ്റേഷൻ, മാവുങ്കൽ സബ് സ്റ്റേഷൻ എന്നിവയിലൂടെ ഒരു തടസ്സമില്ലാതെ അവിടേക്ക് വൈദ്യുതി എത്തിക്കാനാകും. അങ്ങനെ പ്രധാന നേട്ടം ആകും അത് സംസ്ഥാനത്തിനെന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള വിഭാഗത്തിന് അത് ഏറ്റവും ഗുണകരമായ ഒരു നേട്ടമായിരിക്കും എന്നതാണ് ഇവിടെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. അവർക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ഒരുക്കാൻ കഴിയും. ന്യൂറോളജി, അതുപോലെ എൻവയോൺമെൻറ്റൽ മെഡിസിൻ തുടങ്ങിയ മേഖലകളിൽ, ദീർഘകാലം ഫോളോ അപ്പ് വേണ്ട മേഖലകളിലൊക്കെ അവർക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് അതിലെ പ്രധാന കാര്യം. അപ്പോൾ എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ യൂട്യൂബിലും അതുപോലെ ടെലിഫോണിലും ചേരുന്നുണ്ട്. ആദ്യം ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിലേക്ക് പോകാം. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇത് 2014 കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണ്. ആദ്യം തിരുവനന്തപുരത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ഒക്കെ പേരുകൾ നമ്മൾ കേട്ടു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കാസർഗോഡിൻ്റെ പേരും വരികയാണ്. ഇത് ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അങ്ങ് കരുതുന്നത്? ശ്രീ മനു, ഇത് ഒരു രാഷ്ട്രീയം പറച്ചിലാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അഥവാ അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയാലും അതിശയമില്ല. കാരണം അങ്ങനെയാണല്ലോ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ഈ എയിംസ് വരണം എന്ന് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യമുള്ളത്? നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഒരു സീറ്റ് ലഭിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതം തന്നെ മാറ്റിവെച്ച് അദ്ദേഹം 5-10 കൊല്ലക്കാലം ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ച് അദ്ദേഹം യാത്ര ചെയ്തു പോകുന്ന വഴികളിൽ കാത്തു നിൽക്കുന്നവരെ കണ്ട് വണ്ടി അവിടെ ചവിട്ടി നിർത്തി അവിടെ ഇറങ്ങി കൈനീട്ടം ഉൾപ്പെടെ കൊടുത്ത് അവിടെ ജനങ്ങളെ അദ്ദേഹം ക്യാൻവാസ് ചെയ്ത് ആ ഒരു സീറ്റ് നേടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശ്രീ സുരേഷ് ഗോപി, ആളിനെ മനസ്സിലായല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊണ്ടുവരും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഞാൻ രാഷ്ട്രീയമായിട്ട് കുറ്റം പറയുന്നതല്ല. ആര് ക്ഷേമ പ്രവർത്തനം കൊണ്ടുവന്നാലും അതിന് നമ്മൾ അംഗീകരിക്കും. തിരഞ്ഞെടുപ്പ് വരെ ഉള്ളു രാഷ്ട്രീയം, അത് കഴിഞ്ഞാൽ സർക്കാർ ജനങ്ങളുടേതാണ്. അദ്ദേഹത്തിന് പഴയ തരത്തിലുള്ള എന്തെങ്കിലും ആവേശം താങ്കൾ കാണുന്നുണ്ടോ? കാരണം എന്താ, അദ്ദേഹത്തിന് തന്നെ അറിയാം ഇത് നടക്കുകയില്ല എന്ന്. അദ്ദേഹം കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തതുപോലെയുള്ള വടക്കേ ഇന്ത്യയിൽ ആർക്കാണ് ശ്രീ മനു പാവങ്ങളുടെ എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീരിൽ താല്പര്യം? ഇവിടെ താല്പര്യം അംബാനിമാർക്കും അദാനിമാർക്കും ലാഭമുള്ള ബിസിനസ്സിലല്ലേ ഗവൺമെന്റുകൾക്ക് താല്പര്യം? അത് കഴിഞ്ഞാൽ പിന്നെ വന്ദേ മാതരം പോലുള്ള വൈകാരിക വിഷയങ്ങളിലല്ലേ ഇവിടെ ചർച്ച ചെയ്യാൻ? ഇന്ത്യയിലെ മനുഷ്യന്റെ മസ്തിഷ്കത്തെ, മനോമുഖരത്തെ വർഗീയതയിലേക്ക് അല്ലെങ്കിൽ വന്ദേ മാതരത്തിലൊക്കെ തളച്ചിടുകയില്ലേ? എൻഡോസൾഫാനിന്റെ കുട്ടികളുടെ കണ്ണീര് കാണാൻ ഏത് ഗവൺമെന്റ്? ഇപ്പോൾ 10 വർഷം കഴിഞ്ഞില്ലേ കേന്ദ്ര ഗവൺമെന്റ്
കണ്ണിൽ ചോര ഉണ്ടെങ്കിൽ ഇവർ ഈ എയിംസ് അവിടെ കൊണ്ടുവരില്ലേ? സുരേഷ് ഗോപി അദ്ദേഹം രാഷ്ട്രീയം അടുത്തു വന്നാൽ ഞാൻ അദ്ദേഹത്തോട് ദോഷെതിർക്കുകളൊക്കെ പറയുന്നു. അദ്ദേഹം താമസിയാതെ മതിയാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം സിനിമയിലെ കണ്ട് ഷിറ്റൊക്കെ അടിച്ച് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ സിനിമയല്ല ഇത് ജീവിതം. അദ്ദേഹത്തിന് ആരെയും സഹായിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം ഇപ്പം പഴയ തുള്ളിച്ചാട്ടമൊന്നും ഇല്ലല്ലോ അദ്ദേഹത്തിന് പഴയതുപോലെ. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ പഴയ ചാട്ടവും ആ വെപ്രാളവും ഒന്നും ഇപ്പൊ ഇല്ലല്ലോ അദ്ദേഹത്തിന്. അപ്പോ പാവങ്ങളുടെ കണ്ണീരപ്പാൻ ഏത് സർക്കാരാണോ അതിനുള്ള ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന അവരെ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഇത് എൻഡോസൾഫാൻ ദുരിതബാധിതരെ അടക്കം അവരെ കണ്ണീരൊപ്പുന്നതിലൊന്നും ആർക്കും താല്പര്യമില്ല. വൈകാരികമായും കോർപ്പറേറ്റുകളുടെ ലാഭത്തിനും വേണ്ടിയും മാത്രമാണ് സർക്കാരുകളുടെ ചിന്ത എന്ന് വളരെ ഖേദത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ കൂടുതൽ വിലപ്പെട്ട സമയം അപഹരിക്കുന്നില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് എന്നോടൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ഇത് ഹൈക്കോടതിയുടെ മുന്നിൽ കഴിഞ്ഞിടയ്ക്ക് ഈ വിഷയം വന്നു. അന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ജസ്റ്റിസ് വി എ ശ്യാംകുമാറും ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെയുള്ള ബെഞ്ച് ഇത് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണിത് സ്ഥാപിക്കാത്തത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നു. കേന്ദ്ര സർക്കാർ പറയുന്നു 22 എയിംസ് ഉണ്ട്, അതിൽ 18 എണ്ണം പ്രവർത്തിച്ചു തുടങ്ങി, 4 എണ്ണം നിർമ്മാണ ഘട്ടത്തിലാണ്. പക്ഷേ കേരളത്തിന് മാത്രം ഇത് കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം എന്നാണ് പ്രദീപ് കരുതുന്നത്? രാധാകൃഷ്ണൻ ചാത്തന്നൂരെ പോലെ ആളൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് ദേഷ്യം വരും. ഇവിടെ ഈ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോ 7 എണ്ണം 6 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 10 വർഷം കൊണ്ട് 23 എണ്ണം ആക്കി. അത് കേരളത്തിന് അതിനുവേണ്ടി പറ്റിയ സ്ഥലം കൊടുക്കണം. ഈ കോഴിക്കോടൊക്കെ സ്ഥലം വളരെ മോശം സ്ഥലം, ചുമ്മാ ഉൾക്കാട്ടി കൊണ്ടുവന്ന് സ്ഥലം കൊടുത്താൽ അവിടെയൊക്കെ എയിംസ് കൊടുക്കാൻ പറ്റുമോ? അവര് പറഞ്ഞ നിബന്ധന കംപ്ലീറ്റ് വേണം. വെള്ളം വേണം, മറ്റേ ഇലക്ട്രിസിറ്റി വേണം, വഴി സൗകര്യം എല്ലാം വേണം, ഹൈവേ വേണം. അല്ലാണ്ടൊന്നും ഇത് കൊടുക്കാൻ പറ്റില്ല. അയാളുടെ ഒക്കെ വർത്താനം പറഞ്ഞിട്ട് ഈ അവിഞ്ഞ പാർട്ടി ഇല്ലാണ്ട് പോയി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതും തീർന്നു. മൂട്ടിന് വർത്താനം പറഞ്ഞ അങ്ങനെ ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? സ്ഥലം വേണം, പറ്റിയ സ്ഥലം വേണ്ടേ? ഇത് ഇവർ കൊടുക്കൂല. ഇവർക്ക് കാശുണ്ടാക്കണം ഈ റിയൽ എസ്റ്റേറ്റുകാരെ കൊണ്ട്. അതുകൊണ്ടുള്ള സ്ഥലമൊക്കെ എടുപ്പിച്ച് കൊടുത്താൽ അങ്ങനെ കിട്ടുമോ? അത് സ്ഥലം കൊണ്ടല്ലേ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊടുക്കും. കേരളത്തിലുള്ള കുഴപ്പം, കേരളത്തിൽ മാത്രമേ ഈ കുഴപ്പമുള്ളൂ. ബാക്കി ഒറ്റ സംസ്ഥാനത്ത് കുഴപ്പമില്ല. ഇത്ര മന്ദബുദ്ധിക്കാർ കേരളത്തിലുള്ളവർ പറയാതിരിക്കാൻ പറ്റില്ല. വലിയ മതേതരത്വം പറയുകയും ചെയ്യും, വലിയ ആചരിക്കുകയും ചെയ്യും, ഒന്നും കൊടുക്കൂല. പിന്നെ അങ്ങനെ എയിംസ് കിട്ടും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഫാദർ സാമുവൽ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ സാമുവൽ, നമ്മൾ സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാദമുണ്ട്. സ്ഥലം 4 ജില്ലകളിൽ ഉണ്ടായിരുന്നു നേരത്തെ തൊട്ടേ. 2014 തൊട്ടേ 4 ജില്ലകളുടെ പേരുകൾ പറഞ്ഞു വരുന്നു. ഇപ്പോഴത് 10 ജില്ലകളിലേക്ക് 10 ഇടങ്ങൾ അതിനുവേണ്ടി തയ്യാറാണ് എന്നൊക്കെ പറയുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു പിടിപ്പുകേട് കൊണ്ടാണോ ഈ 2014 നിന്ന് 2026 ആകുമ്പോഴും എയിംസ് ഒരു സ്വപ്നമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. നമ്മള് കഴിഞ്ഞ കാലങ്ങളിൽ തിരിഞ്ഞു നോക്കി എന്തുകൊണ്ട് ഇത് സാധ്യമായില്ല എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇനി എങ്ങനെ ഇത് പ്രായോഗികമായി തീർക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇതിന് ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അസംബ്ലി എന്നിവയോ മുൻകൈ എടുത്തിട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് അയക്കണം. ഓക്കെ, ഇപ്പം അതാണ് അയച്ചിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം അത് അപ്പോൾ കാസർഗോഡ് നിന്നും അങ്ങനെ ഒരു റിപ്പോർട്ട് പോവുകയാണ്. ഏതായാലും ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന് ശ്രീ ബാലകൃഷ്ണൻ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു താല്പര്യം ഈ എയിംസ് നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു എന്ന് കരുതാനാകുമോ കേരളത്തിന്? നമസ്കാരം. എയിംസ് കേരളത്തിലെ ഏത് ജില്ലയിൽ വന്നാലും നമുക്ക് അഭിമാനിക്കാം. പക്ഷെ നമ്മുടെ CPI-കാരനായ പ്രതിനിധിയുടെ സംസാരം കേൾക്കുമ്പോ അദ്ദേഹത്തിന്റെ പാർട്ടി മന്ത്രി വായിക്കുന്ന എനിക്ക് തോന്നുന്ന UPA ഗവൺമെന്റ്. ആ സമയത്തൊക്കെ ഇവരെന്താ പൊട്ടന്മാരായിരുന്നു. സുരേഷ് ഗോപി തുള്ളിക്കളിക്കണോ ചാടിക്കളിക്കണോ അദ്ദേഹം തീരുമാനിക്കും. അതിന് CPI-കാർക്ക് ചൊറിച്ചിലൊന്നും വേണ്ട. എനിക്കിതിന് എയിംസിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. പക്ഷെ CPI-കാരുടെ ചൊറിച്ചില് മുന്നത്തെ 10 വർഷം അവരുടെ അഭിപ്രായം പറയട്ടെ. ശ്രീ ബാലകൃഷ്ണൻ, അങ്ങ് ഇതിൽ വേവലാതിപ്പെടുന്നതിന് അവരവരുടെ അഭിപ്രായം പറയട്ടെ. എല്ലാവരും അങ്ങേ പുകഴ്ത്തണമെന്ന് വാശി എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ സാർ, 2 കൊല്ലമായിട്ടാണ് MP ആയിട്ടുള്ള സുരേഷ് ഗോപി. അദ്ദേഹത്തിന് 2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലല്ലോ. 3 വർഷം വീണ്ടും ബാക്കിയല്ലേ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചെയ്തിരിക്കും. ഈ അങ്ങനെയാണെങ്കിൽ അത് ആലപ്പുഴയിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങോട്ട് പോകുമെന്നാണ്. ആലപ്പുഴയിൽ എവിടെയായിരിക്കോട്ടെ, അതിനുള്ള സാഹചര്യവും സൗകര്യവും ഉള്ളിടത്തിൽ അത് വരുവാൻ സാധ്യതയുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ കേരളത്തിലാണോ വരുന്നത്? ഇവർ കാണുന്നത് എന്താ? ഈ സുരേഷ് ഗോപിനെ ചൊറിയൽ ഇവർക്ക് മതിയാകാനായിട്ടില്ലേ? ഈ ചൊറിയൽ പ്രത്യേകിച്ച് CPI-കാർക്ക് നിർത്തണം.
ദേശീയ തലത്തിൽ അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ദേശീയ പാർട്ടി ഇത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിന് അങ്ങ് ഇത്ര അസഹിഷ്ണുവാൻ അങ്ങക്ക് അങ്ങനെ അതെന്തിനാണ് അതിന്റെ ആവശ്യം? സുരേഷ് ഗോപിക്ക് ഒരു പ്രശ്നമില്ലല്ലോ, ആളുകൾ അന്വേഷിക്കുകയല്ലേ എന്താണ് MP എന്താണ് പറയുന്നത്, അത് അന്വേഷിക്കില്ലേ? അതിലെന്താ തെറ്റെന്താ? ചാടിക്കടിക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്കൊരു പൊതുവേദിയിൽ ഒരാളെ പറയാൻ പറ്റും. അത് അങ്ങേ കടിച്ചോ? അങ്ങേ എന്താ അല്ല എനിക്ക് മനസ്സിലാത്ത അങ്ങേ കടിച്ചോ? അതോ അങ്ങക്ക് ഇത് പറയുമ്പോഴൊക്കെ ഇങ്ങനെ അസഹിഷ്ണുത വരേണ്ട കാര്യമുണ്ട്? അദ്ദേഹം വളരെ മാന്യ അല്ല, അങ്ങനെയല്ല ബാലകൃഷ്ണൻ വളരെ അദ്ദേഹം വളരെ മാന്യമായ ഭാഷയിലാണ്. ആരോഗ്യമന്ത്രിയാണോ സുരേഷ് ഗോപി? ആണോ? അല്ല, കേന്ദ്ര ആരോഗ്യമന്ത്രി ആകുമെന്ന് അറിഞ്ഞിട്ടാണോ പ്രഖ്യാപനം നടത്തുന്നത്? സുരേഷ് ഗോപിയുടെ പേരെന്തിനാ ഇവർക്ക് ഇത്ര പ്രയാസോ? അല്ല, അത് എന്തുകൊണ്ടാണ് അദ്ദേഹമല്ലേ വാഗ്ദാനം ചെയ്തത് തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ? വാഗ്ദാനം ചെയ്തിട്ടുണ്ട് 2 വർഷമായിട്ടുള്ളൂ. അതെ അത് അപ്പൊ അത് എവിടെ എന്ന ചോദ്യം, അതിനെന്ത് എത്ര 2 വർഷം കൊണ്ട് എത്ര നമ്മൾ മുന്നോട്ട് പോയി എന്നൊക്കെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കില്ലേ? അത് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ ഞങ്ങളെ ചാടിക്കടിക്കാൻ വരുന്നതായി പരിഗണിക്കും, ഞങ്ങൾ തിരിച്ചു കടിക്കുന്നൊക്കെ. എന്തിനാണ് അങ്ങനെ ഒരു അസഹിഷ്ണുത എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ കേരളത്തിലെ പബ്ലിക് എല്ലാവരും വിഡ്ഢികളും അടിയാളമാണെന്നല്ലോ. ആയിക്കോട്ടെ, അവർക്ക് അല്ലാത്ത കഴിവുണ്ടല്ലോ. ആയിക്കോട്ടെ, ഒരാൾക്കൊരു ചോദ്യം ചോദിച്ചുകൂടെ? ആ ചോദ്യം ചോദിക്കുന്നതിനോട് അസഹിഷ്ണുത എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് ഇത് ചോദിക്കാൻ പാടില്ല, അത് അദ്ദേഹം തരുമ്പോൾ തരട്ടെ, അല്ലെങ്കിൽ അതിൽ എന്താണ് അന്വേഷിക്കാൻ പാടില്ല എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? സുരേഷ് ഗോപി എവിടെ കിടക്കുന്നു? എയിംസ് എവിടെ കിടക്കുന്നു? കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണോ സുരേഷ് ഗോപി? അപ്പൊ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെന്ന് അല്ല എന്ന് അറിഞ്ഞിട്ടല്ലേ അദ്ദേഹം ഇത് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞത്? അത് ചെയ്യോ ഇല്ല നമുക്ക് കാത്തിരുന്ന് കാണാന്ന്. അതേന്നെ, അത് എത്രമാത്രം നിങ്ങൾ അതിൽ പുരോഗമിച്ചു എന്ന് ചോദിച്ചാൽ അത് ഇത്ര നിങ്ങൾക്ക് വളരെ അത് നിങ്ങളെ ബാധിക്കേണ്ട കാര്യം എന്തോന്ന് ഒന്നും ചോദിക്കാൻ പാടില്ല. ഇത് അങ്ങനെ ഏകാധിപത്യ രാജ്യമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതിപ്പോഴും ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇപ്പോഴും ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട്. ഇവിടെ ഇപ്പോഴും ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ആളുകൾ തോക്കിൻകുഴലിലൂടെ എന്തെങ്കിലും പിടിച്ചടക്കിയിട്ടുള്ള ഒരു രാജ്യമൊന്നുമല്ല. ഇവിടെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നവരാണ്. ഈ നാട്ടിൽ ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നും മിണ്ടാൻ പാടില്ലെന്നും ഒക്കെ പറയാൻ ആർക്കാ അധികാരം? നമ്മുടെ പൊതുവേദിയുടെ പൊതു നിലപാട് തന്നെ അതിനെതിരാണ്. നമ്മൾ ചോദിക്കുകയും ചർച്ച ചെയ്യുകയും അത് ആളുകളുടെ ശ്രദ്ധയിൽ തുടർച്ചയായി പെടുത്തുകയൊക്കെ ചെയ്യാണ്. അതിന് ചാടിക്കടിക്കാൻ വരുന്നു കൊരകനാണെന്നൊക്കെ പറയുന്നത് ഏത് ഭാഷയാണ്? ഇതാണോ അങ്ങ് പഠിക്കുന്ന സ്വരാഷ്ട്ര ധർമ്മനിഷ്ഠാവാൻ എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ ഇങ്ങനെയാണോ ഒരു ഭാഷ നിങ്ങൾ കണ്ടെത്തിയത്? ഞാൻ പറഞ്ഞത് ചാടിക്കളിക്കാൻ വരും. ചാടിക്കളിക്കും അദ്ദേഹം. എന്താ അദ്ദേഹം ഒരു എവിടേക്കും ചാടിയിട്ടില്ല. അദ്ദേഹം ഒരു ഇന്ത്യൻ അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, അദ്ദേഹം എവിടെയും ചാടിയിട്ടില്ല. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണല്ലോ. അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ ഒരു MP ഇങ്ങനെ ചെയ്തിരിക്കുന്നു, അദ്ദേഹം ഇപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതിന് നിങ്ങൾക്ക് ഇപ്പോഴെന്താ പറയാന്നുള്ളത് മറുപടിയല്ലേ പറയുന്നത്? ഇപ്പോഴെന്താ പറയുന്നത്? അതിന്റെ പച്ച മലയാളം അതാണ്. അങ്ങയോട് ഞാൻ അങ്ങക്ക് ഇതൊരിക്കലും അല്ല, അങ്ങ് ഈ പൊതുവേദിയിൽ വന്ന ആളുകൾ സംസാരിക്കുന്നത് അല്ല അത് കേൾക്കും ബാലകൃഷ്ണൻ പടകര. ശ്രീ ബാലകൃഷ്ണൻ പടകര, അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പൊതുവേദിയിൽ വന്ന് മറ്റൊരാൾ ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് പറയാൻ അങ്ങക്ക് ഒരു അവകാശവുമില്ല. ഇല്ലെന്ന് ഇത് കേൾക്കും. ഇതിലൊരു തർക്കവുമില്ല. അങ്ങക്ക് വേറൊരാൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നോ സംസാരിക്കാൻ പാടില്ല എന്നോ പറയാനുള്ള ഒരു അവകാശവുമില്ല. മാത്രമല്ല, ഇത് പുകഴ്ത്തുപാട്ട് നടത്തുന്ന ഒരു കേന്ദ്രമൊന്നുമല്ല. ആളുകൾ അവർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളോട്, ഈ നാടിന്റെ പൊതു ജനപ്രതിനിധികളോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിൽ അങ്ങക്ക് എത്ര അക്ഷോഭ്യനായാലും അത് അങ്ങ് തന്നെ സഹിക്കാന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മത്സരിക്കാൻ വരരുത്, നിങ്ങൾ ജനാധിപത്യത്തിലേക്ക് വരരുത്, നിങ്ങൾ വീട്ടിലിരിക്കണം. അപ്പൊ ആരും ചോദിക്കില്ല. സുനിൽകുമാർ ജയിക്കേണ്ടിയിരുന്നു, ജയിച്ചില്ലല്ലോ. ജയിച്ച ആളുകളോട് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകിയ പാർട്ടിയോട് ഒക്കെ ഇത് കേൾക്കുന്നേ. നിങ്ങൾ ഇത് ജയിച്ച ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? എന്താ അങ്ങയുടെ അഭിപ്രായം? ഞാൻ ചോദിക്കാം. അല്ല, അത് ഇതിന് മറുപടി പറയട്ടെ അങ്ങ് മുന്നോട്ട്. ഒരു ജനപ്രതിനിധി ജയിച്ചാൽ ആ ജനപ്രതിനിധി ഇത് കേൾക്ക് ബാലകൃഷ്ണ പടകര, ഇത് കേട്ടിരുന്നു. ഇത് എന്ത് അങ്ങ് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇത് കേൾക്കൂ. ഒരു ജനപ്രതിനിധി ജയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാഗ്ദാനം എവിടെയെന്ന് ചോദിക്കാൻ ഈ നാട്ടിലെ പൗരന്മാരുടെ അവകാശം അങ്ങയുടെ പാർട്ടി തടഞ്ഞോ? കഴിഞ്ഞോ? അവസാനിപ്പിച്ചോ? ഞാൻ അറിഞ്ഞില്ല ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ചാടിക്കടി ഇങ്ങനത്തെ അസഭ്യമായ ഭാഷ ഉപയോഗിക്കലാണോ നിങ്ങളുടെ സ്വരാഷ്ട്ര ധർമ്മ നിഷ്ഠാവാൻ എന്ന് പറയുന്ന ആ ഒരു നിങ്ങൾ എത്തിച്ചേരാൻ വിചാരിക്കുന്ന പരമവൈഭവം ഇതാണോ? ഈ ഭാഷയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ നടക്കില്ല. ആളുകൾ ചോദ്യം ചോദിക്കുന്നത് തടയാൻ നടക്കില്ല. നിങ്ങളെ കൊണ്ട് എത്ര വിചാരിച്ചാലും നടക്കില്ല. ബാലകൃഷ്ണൻ വടകര ഈ കാര്യം കുറെ കാലമായി ചെയ്യുന്നുണ്ടല്ലോ. വേറെ ആരും ചോദ്യങ്ങൾ ചോദിക്കരുത്, വേറെ ആരും വിടരുത്. ഇത് നടക്കുന്നുണ്ടോ? അപ്പൊ നടക്കാത്തത് അങ്ങയുടെ കാര്യമാണ്, അങ്ങയുടെ നിലപാടാണ് നടക്കാത്തത്. ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള മറുപടി ഉണ്ടാകും. അത് പറയുമ്പോൾ അത് പറയാതെ തടസ്സപ്പെടുത്തി ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യം സംഭവിക്കാനില്ല. ജനപ്രതിനിധി അങ്ങയുടെ ഞാൻ വിനീതമായി അങ്ങോട്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഒരു ജനപ്രതിനിധിയോട് ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ ഈ നാട്ടിൽ? ഞാൻ ചോദിക്കുകയാണ്, ഉണ്ടോ? സുരേഷ് ഗോപിക്ക് വേണ്ടല്ലേ?
നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടോ? ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. ഈ നാട്ടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങൾ ജനപ്രതിനിധികളോട് ചോദിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ധൈര്യത്തിൽ പറ. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളോട് ചോദിച്ചത് ചോദ്യം അല്ല. നിങ്ങൾ എന്തിനാണ് ഇത് പറയുമ്പോൾ വേറെ കാര്യം പറയുന്നത്? ഈ പ്രശ്നത്തിൽ അപ്പൊ പരിഹാരമായി ഇല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചോ? അതായത് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവകാശം മനുഷ്യനുണ്ട് എന്ന കാര്യം അങ്ങ് സമ്മതിക്കുന്നുണ്ടോ ജനപ്രതിനിധികളോട്? അത് ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയൂ. ആ മര്യാദ ഏറ്റവും സഭ്യമായ ഭാഷയിലാണ്. സഭ്യത അല്ലാത്ത ഭാഷ ഉപയോഗിച്ചത് അങ്ങാണ്. സഭ്യത അല്ലാത്ത ഭാഷ ഉപയോഗിച്ചത് അതായത് ചാടിക്കടിക്കാൻ വരികയാണ് ചെയ്തത്. അല്ല, അങ്ങ് ശ്രീ ബാലകൃഷ്ണൻ വടകര അങ്ങൊരു കാര്യം അല്ല. അല്ലല്ല, അങ്ങിത് എല്ലാവരും അങ്ങ് ചാടിക്കടിക്കാൻ പോകുന്ന പ്രയോഗം അങ്ങ് ഉപയോഗിക്കരുത്. CPIക്ക് ഒരു അവർക്ക് അഭിപ്രായം പറയാനില്ലേ? അല്ല, നിങ്ങൾക്ക് വേണ്ടെന്ന് കരുതിയിട്ട് അവർ വായടച്ചിരിക്കണോ? അവർക്ക് പറയാനുള്ള അവർ പറയും. നിങ്ങളുടെ എന്തെങ്കിലും അനുമതി പത്രം വേണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അനുമതി പത്രം വേണോ CPIക്കാരെ സംസാരിക്കാൻ? ആ സുരേഷ് ഗോപി ജനപ്രതിനിധിയല്ലേ, അദ്ദേഹത്തോട് ചോദിച്ചെന്നിരിക്കും. അതിൽ ബാലകൃഷ്ണൻ വടകര എത്ര വേവലാതിപ്പെടുന്നത് എന്തിന്? ആ ഓട് പൊളിച്ചു പോയതായിട്ടില്ലാത്തോണ്ടാണ് ചോദിക്കുന്നത്. ഓട് പൊളിച്ചാണ് വന്നിരുന്നെങ്കിൽ ചോദിക്കില്ലായിരുന്നു. ആ വരുമ്പോ ആ ചോദിക്കും. ഇനിയും ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ബഹളം വെച്ചില്ലാതൊന്നും ആക്കാൻ പറ്റില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങയോട് ചോദിക്കാണ്, അങ്ങനെ അങ്ങേക്ക് തോന്നുന്നുണ്ടോ ചോദ്യം ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം? CPIക്ക് ചോദിച്ചൂടെ? എന്താ CPIക്ക് ചോദിച്ചൂടെ? എന്തെങ്കിലും ഒരു കാര്യം ഉടനെ അതിന് ഇത്രയും അസഹിഷ്ണുതപരമായി പെരുമാറേണ്ട കാര്യം? അസഹിഷ്ണുത നിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവമാണെന്ന് ചോദിച്ചോ? എന്താ അങ്ങയോട് ഞാൻ അടിവരയിട്ട ഒരു കാര്യം പറയാണ്. ഇത് പൊതുവേദി എന്ന ഈ പരിപാടിയിൽ ആളുകൾ അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കും. അത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ കേൾക്കുന്നു എന്ന ഉത്തമ പറയാൻ മുഴുവനാക്കാൻ സമ്മതിക്കുന്നത്. അങ്ങേ ഇടയ്ക്കറി സംസാരിക്കുന്നതിന് ഇത് കേൾക്കൂ. അങ്ങൊരു മിനിറ്റ് കേൾക്കൂ. അങ്ങയോട് ഞാൻ പറയാണ്, പൊതുവേദി എന്ന പരിപാടി ആളുകൾ സംസാരിക്കും. ഇതൊന്ന് ഉത്തരവാദിത്തപ്പെട്ട ഈ നാട്ടിലെ പല നേതാക്കളും ഇത് കേൾക്കുന്നു എന്നതാണ് ഈ പൊതുവേദിയുടെ വിജയം. ആ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നത് ഇത് മുഴുവനാക്കാൻ സമയಕ್ಕೆ അങ്ങ് ഇത്ര അസഹിഷ്ണുതയാകുന്ന എന്തിന്? അങ്ങ് മറ്റുള്ളവർ ചാടിക്കടിക്കുന്നു എന്നൊക്കെ പ്രയോഗിക്കുന്നുണ്ടല്ലോ. അങ്ങ് അസഹിഷ്ണുതരാകുന്ന എന്തിന്? അധികാരത്തിലിരുന്നപ്പോ അവർ ചെയ്തില്ല എന്നത് നിങ്ങൾക്ക് ആരോപിക്കാം. പക്ഷെ അതേപോലെ നിങ്ങൾ അധികാരത്തിലുള്ളപ്പോൾ ചെയ്യുന്നില്ലെന്ന് അവർക്കും ആരോപിക്കാം. അതിന് നിങ്ങൾ മാത്രം വേറൊരാളും വിടരുത്. ഞങ്ങൾ പറയുന്നത് കേട്ടോളൂ എന്ന് പറയാൻ ഈ നാട്ടിൽ അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഞാൻ ഒന്നുകൂടി തിരുത്തുകയാണ്. അങ്ങ് വിചാരിക്കുന്ന പോലെ ഈ നാട്ടിൽ അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ആളുകൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം വിലക്കിയിട്ടില്ല. അങ്ങനെ വിലക്കുമ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിക്കുന്നത് പൊതുവേദിയായിരിക്കും. അത് അങ്ങ് മറക്കണ്ട. ശരി, ഇല്ല, അതിൽ ഒരിക്കലും ന്യായീകരണത്തോട് യോജിക്കാൻ സാധിക്കില്ല. ആളുകൾ സംസാരിക്കട്ടെ. അങ്ങ് അതിനെ വിഷമിക്കുന്നില്ല. അങ്ങേക്ക് അങ്ങ് ഈ നാടിന്റെ വല്ല പുസ്തകാവകാശമായിട്ട് എടുത്തിട്ടുണ്ടോ? ആ ചോദ്യം ചോദിക്കും. അതിലെന്താ തെറ്റെന്താ? അങ്ങ് സമ്മതിക്കില്ല എന്നുണ്ടോ? സഭ്യമായ ഭാഷയിൽ തന്നെയാണ് ചോദിച്ചത്. അത് സഭ്യമായ ഭാഷയിൽ തന്നെയാണ് ചോദിച്ചത്. ഇല്ല, അങ്ങയാണ് അസഭ്യമായ ഭാഷ ഉപയോഗിച്ചത്. അങ്ങാണ് സഭ്യതയില്ലാത്ത ഭാഷ ഉപയോഗിച്ചത്. ഇത് അങ്ങേ പോലെ പൊതുവേദിയിലുള്ള ഒരാൾക്ക് ഒട്ടും ചേരാത്തതാണ്. ശരി, അല്ലല്ല, അങ്ങേ എത്ര പറഞ്ഞാൽ അങ്ങേക്ക് ബോധ്യപ്പെടില്ല. അങ്ങ് ആദ്യം മനസ്സിലാക്കേണ്ടത് സഹിഷ്ണുത പഠിച്ചു വന്നിട്ട് അല്ല. എനിക്ക് ബാലകൃഷ്ണൻ വടകരയോട് ഒരു കാര്യമേ പറയാനുള്ളൂ. സഹിഷ്ണുത ഇല്ലാത്ത ഒരാൾക്ക് പൊതുവേദിയിൽ ഒരു പ്രസക്തിയുമില്ല. അത്രേ ഉള്ളൂ. ശ്രീ മോഹൻ, ആ സുരേഷ് ഗോപിയുടെ കാര്യമൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. AK പ്രകാശൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ AK പ്രകാശൻ, ഹലോ, കേൾക്കാമോ? നമസ്കാരം. നമസ്കാരം. കുറെ ആളുകൾ പറഞ്ഞൊക്കെ കേട്ടു. ഞാൻ വളരെ ചുരുക്കി പറയാം. എന്റെ പേര് പ്രകാശൻ. ഞാൻ കാസർഗോഡ് നിന്നാണ്. സന്തോഷം. ഞാൻ ഒരു കാസർഗോഡുകാരന്റെ പ്രതികരണം കേൾക്കാനായി കാത്തിരിക്കുകയായിരുന്നു. പ്രകാശൻ, കാസർഗോഡ് എവിടെയാണ്? കേരളത്തിന് എവിടെ? കാസർഗോഡ് ജില്ലയിൽ എവിടെയാണ് താമസിക്കുന്നത്? ഈ പെരിയെന്നൊരു 4 കിലോമീറ്റർ ഉദുമ പഞ്ചായത്തിൽ ആറാട്ടുകടവ് എന്നുള്ള സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സ്ഥലത്തിന് വളരെ അടുത്താണ്. വളരെ അടുത്താണ്. അത് മാത്രമല്ല, ഞങ്ങള് ഈ കോവിഡ് കാലം തൊട്ട് 2020 അവിടെ ബോർഡർ ക്ലോസ് ചെയ്ത് കുറെ മരണങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ചികിത്സ നിഷേധിക്കപ്പെട്ട് മംഗലാപുരത്തേക്ക് പോകാൻ സാധിക്കാത്ത. അപ്പൊ ആ സമയം തൊട്ട് കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ എയിംസിന് വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് കാസർഗോഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് പറ്റാവുന്ന രീതിയിൽ, ഞാൻ പ്രവാസത്തിലൊക്കെ ആയിരുന്നു, ഈ അടുത്താണ് നാട്ടിലേക്ക് വന്നത്, എല്ലാ സഹകരണവും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു അപ്ഡേറ്റ്.
ഒന്ന്, കേരളത്തിന് കിട്ടാൻ വൈകി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് കൃത്യമായിട്ട് പാർലമെന്റില് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല പ്രയോറിറ്റി നോക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കും. കേരളം ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലാണ്, അതുകൊണ്ടാണ് വൈകുന്നതെന്ന്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന് എന്തായാലും കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം സ്ഥലത്തിന്റെയാണ്. ഇപ്പൊ കഴിഞ്ഞ ഈ 2000 ഞാൻ പറഞ്ഞ 2000 തൊട്ട് 2020 തൊട്ട് ഈ 2020 ഇപ്പൊ പുതിയ സർക്കാർ വരുന്നവരുടെ ഈ 10 വർഷക്കാലം നമ്മൾ നിരന്തരം LDF സർക്കാരിന് പുറകെ നടന്നതാണ്. വേറൊന്നും ചോദിച്ചില്ല, ലിസ്റ്റിൽ കാസർഗോഡിന്റെ പേര് കൂടെ ചേർക്കുക എന്നുള്ള ഒരു ന്യായമായ ആവശ്യം. ഒഫീഷ്യലായിട്ട് പോലും നമുക്ക് കിട്ടിയ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ സാധ്യമല്ല, പരിഗണിക്കാൻ സാധ്യമല്ല. ഇതായിരുന്നു കേരള സെക്രട്ടറി ആരോഗ്യ വകുപ്പ് എന്നുള്ള ഉത്തരം. അപ്പൊ ഇപ്പൊ ഒരു സന്തോഷമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ മാറി, ഇപ്പൊ പുതിയ സർക്കാർ പുതിയ പ്രപ്പോസൽ കൊടുക്കുന്നു, അതിൽ കാസർഗോഡിന്റെയും കൂടെ പേരുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ കാസർഗോഡിന് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സ്ഥലമുണ്ട്, പിന്നെ കണക്ടിവിറ്റി ഉണ്ട്, ലാൻഡ് ഉണ്ട്, അത് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ട്. അപ്പൊ അതും ഒരു പട്ടികയിൽ ഒരു സ്ഥാനം പിടിക്കുകയാണ്, ആ ജില്ലയും കൂടെ, അങ്ങനെ അല്ലേ? തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഈ വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകെ നടക്കണോണ്ട് ഒരുപാട് RTIയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പൊ അവിടുന്ന് വന്നിട്ടുള്ള ലെറ്ററിലൊക്കെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത്. അതിനകത്ത് ഒരു ചലഞ്ച് മെത്തേഡ് എന്നുള്ള ഒരു മെത്തഡോളജിയാണ് ഈ PMSSYയിലെ പ്രോഗ്രാംസിലൊക്കെ അവർ ഫോളോ ചെയ്യുന്നത്. അതൊരു 100 മാർക്കാണ് ടോട്ടൽ മാർക്ക്. അതില് റെഡിലി അവൈലബിൾ ആൻഡ് വിത്ത് ഗവൺമെന്റ് ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു 20 മാർക്സ് ആണ്. അതേപോലെ ഇപ്പോ ഈ ആരോഗ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മീൻസ് ഗ്യാപ്പ് ഇൻ ദ ടെറിട്ടറി ഹെൽത്ത് കെയർ എന്നുള്ളത് ഒരു 15 മാർക്സ് ആണ്. അതേപോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് വാട്ടർ, പവർ, ഇലക്ട്രിസിറ്റി, റോഡ്, റെയിൽ കണക്ടിവിറ്റി, ഇതിനൊക്കെ ഒരു 15 മാർക്സ് ഉണ്ട്. സോ നമ്മൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ കുറച്ച് എന്താണ് ഇപ്പോ കൊച്ചിയിലോ കോഴിക്കോടൊക്കെ ഉള്ള അത്രയും സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞ കേരളത്തിൽ നിന്ന് ലിസ്റ്റിൽ ഇപ്പൊ പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കാസർഗോഡ് പെരിയ. ഇതിപ്പോ വെരി ക്ലോസ് ടു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. നാഷണൽ ഹൈവേ ഈ 6 ലൈനിന്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് വരുന്നത്. അവിടെ അറിയാലോ കാസർഗോഡ് 13ഓളം നദികളുണ്ട്. പിന്നെ ഇവിടെ തന്നെ 3-ാം കടവ് എന്ന് വെച്ചാൽ വലിയ ദൂരമില്ലാത്ത സ്ഥലം. അവിടുന്ന് നമ്മുടെ വാട്ടർ സപ്ലൈക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. മൈലാട്ടി പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് വെരി ക്ലോസ് ടു പെരിയ. അപ്പൊ ഇവിടെയുള്ള ഏക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇന്നാണ് LDFന്റെ ഒരു പരിഗണിക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ഇപ്പൊ പരിഗണിക്കുന്നതായി. അപ്പൊ LDF പരിഗണിക്കില്ല, ലിസ്റ്റിൽ ചേർക്കില്ല എന്നുള്ളൊരു സമയത്ത് BJPയുടെ നിലപാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ചേർക്കും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാന്നാണ്. ഇപ്പൊ ഈ ലിസ്റ്റിലേക്ക് കാസർഗോഡ് ജില്ല വന്ന ശേഷം BJP നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അവര് ഒന്നും പറയുന്നില്ല, എന്താണെന്നറിയത്തില്ല. അപ്പൊ സുരേഷ് ഗോപി എന്നുള്ളതാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡിന്റെ മുന്നിലുള്ള ഒരു വലിയ ബോട്ടിൽ നെക്ക്. അദ്ദേഹത്തിന് താല്പര്യം പറയുന്നതായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ കാസർഗോഡ് ജില്ല BJP നേതൃത്വം, അത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെങ്കിലും മുമ്പത്തെ 2 പ്രസിഡന്റ്മാരാണെങ്കിലും ഞങ്ങൾ നടത്തിയ പല പരിപാടികളിലും വന്നിട്ട് പ്രസംഗിച്ചിട്ടുള്ളതാണ്, ലിസ്റ്റിൽ പേര് വന്ന ബാക്കി എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൽ ഇടപെട്ടിട്ട് ഞങ്ങൾ ചെയ്യാം. അപ്പോ ഒരു സാധാരണ നാട്ടുകാരുടെ രീതിയിൽ നമ്മുടെ റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP, UDF, LDF എല്ലാവരും ഒരുമിച്ച് വേണം. കാരണം ഇതൊരു ന്യായമായ ആവശ്യമാണ്. ഈ ഒരു പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എൻഡോസൾഫാൻ അൺഅഫക്റ്റഡ് ഏരിയയിൽ പെടുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കേരള സർക്കാർ 2013 കുറ്റിയടിച്ച മെഡിക്കൽ കോളേജ് ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. 13 വർഷമായിട്ട് പോലും ഒരു പണി തീർന്നിട്ടില്ല. ബാക്കിയുള്ള ജില്ലാ ഹോസ്പിറ്റലില്, ബാക്കി താലൂക്ക് ഹോസ്പിറ്റലിൽ എല്ലാം വളരെ ശോചനീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഇല്ലാതെ ഒരു ഹെൽത്ത് മീൻസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ ഏതിനും മംഗലാപുരത്തേക്ക് പോവാന്നുള്ളതാണ്. മംഗലാപുരത്തേക്ക് പോവാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഫ്രീ. ലൈക്ക് ഇപ്പൊ എന്റെ കേസിൽ തന്നെ എന്റെ പാരന്റ്സ് ഒക്കെ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തതും അവർ മരണപ്പെട്ടതൊക്കെ മംഗലാപുരത്തു നിന്നാണ്. സോ നമുക്ക് ലക്ഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാം. അല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ട് അതൊരു ഫാക്ടർ. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം. നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു സ്ട്രോക്ക്, ഒരു അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ലോക്കലിയാണ്. അത് ചെയ്യാൻ പറ്റാതെ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്തിയിട്ട് കാര്യമില്ല. പലരുടെയും ലൈഫ് അപ്പോഴേക്കും നഷ്ടപ്പെടുന്നതാണ്. കേരളം മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കട്ടെ. അതിന്റെ കൂടെ തന്നെ കേന്ദ്രത്തിന്റെ ഒരു വലിയ പദ്ധതിയായ എയിംസ് അവിടെ വരികയാണെങ്കിൽ എൻഡോസൾഫാൻ അൺഅഫക്റ്റഡ് മേഖലയിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും വളരെയധികം ഗുണകരമാകും. അതിന് വേണ്ടത് ഇനി ഒരു ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം മുന്നിൽ നിന്ന് പൊരുതുക എന്നുള്ളതാണ്. ബാക്കി ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മറുവശത്ത് നിൽക്കുന്നത് സുരേഷ് ഗോപി എന്ന ഒരു അതികായകനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന് ഇങ്ങനെ കട്ടയ്ക്ക് പറഞ്ഞേക്കുന്നുണ്ട്. നോക്കാം ഏതായാലും എന്ത് സംഭവിക്കും എന്ന്. അത് സുരേഷ് ഗോപി ആലപ്പുഴയ്ക്ക് കൊടുത്തൊരു വാക്കാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ അദ്ദേഹത്തിന് ജയിച്ചൊരു മണ്ഡലമായിട്ട് അവിടേക്ക് അത് പറയുന്നില്ല. മാത്രമല്ല അദ്ദേഹം വേറൊരു ആരോപണം ഉന്നയിക്കുന്നത് ആ മണ്ഡലത്തിൽ, അതായത് ആ ലോക്സഭാ മണ്ഡലത്തിലുള്ള നിയമസഭാ അംഗങ്ങൾ ആരും ഇത് ശക്തമായി ഏറ്റെടുക്കുന്നില്ല എന്നതാണ്. ഏതായാലും വളരെ അതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് ശ്രീ AK പ്രകാശ് നൽകിയത്. വളരെ കൃത്യമായ ഒരു വിശകലനം. അദ്ദേഹം അതുമായി ഇൻവോൾവ് ആയതുകൊണ്ട്
അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഡൊണാൾഡ് ഡക്ക് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ജോൺ എബ്രഹാം ജർമ്മനിയിലിരുന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു. ഹലോ. അപ്പോൾ വൈ ഡോണ്ട് യു ക്രോസ് ക്വസ്റ്റ്യൻ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ല, നമുക്ക് ഒരാൾ പറയുന്നത് ശ്രീ ജോൺ എബ്രഹാം, ഒരാൾക്കൊരു അഭിപ്രായം പറയാൻ അധികാരം, വേറൊരാൾക്ക് ആ അഭിപ്രായം തെറ്റാണ് എന്ന് പറയാൻ അധികാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആ അഭിപ്രായം തെറ്റാണ് എന്ന് പറയാൻ വേറൊരാൾ വിളിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ, അല്ലെങ്കിൽ ആ നിലപാടിനോട് യോജിപ്പും ഉള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അതിന് മറുപടി പറയും. അപ്പോൾ അതിൽ സഭ്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ പറയട്ടെ അതിന് ആ അദ്ദേഹത്തിൻ്റെ വാദം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾ പറയാം. എല്ലാറ്റിലും ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഞാൻ ആകെ ഇടപെടുന്നത് സഭ്യേതരമായ ഭാഷകൾ ഉപയോഗിക്കുക, മറ്റൊരാൾ സംസാരിക്കാൻ അയാൾക്ക് അധികാരം, അദ്ദേഹത്തിന് എന്താ തോന്നുന്നത് അദ്ദേഹം പറയട്ടെ, അപ്പോഴാണല്ലോ അതിനെ നമ്മൾ ചർച്ച എന്ന് വിളിക്കുന്നത്. അതാണ്. ഏതായാലും ജോൺ എബ്രഹാം ജർമ്മനിയിൽ നിന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു എന്ന് അറിയുന്നത് തന്നെ ഒരു സന്തോഷം. കിഷോർ കോന്തിയുണ്ട്, ബാബുരാജ് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. പ്രദീപ് കൊല്ലം പറഞ്ഞതാണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങൾക്കറിയാം എന്ന് പറയുന്നു. പങ്കജാക്ഷൻ നായർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു, ചുവന്ന ഹൃദയങ്ങളൊക്കെ അയക്കുന്നു. സന്തോഷ് പരിപ്പായി എന്നോടൊപ്പം ചേർന്ന്. സ്ഥിരം വിളിക്കുന്നവർക്ക് തന്നെ ഫോൺ കോൾ ലഭിക്കുന്നത് ഒരു പ്രശ്നമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന പരാതി സന്തോഷ് പരിപ്പായി ഉണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ നമ്മളുടെ ചിലരൊക്കെ നമ്മുടെ സ്ഥിരം വിളിക്കുന്ന ആളുകൾ തുടരെ വിളിക്കുന്നു എന്നുള്ളതാണ് അതിലെ കാര്യം. മറ്റുള്ളവർ അത്ര 1-2 തവണ ശ്രമിച്ച് അവർ മാറി നിൽക്കുന്നത്, അതാണ് അതിലെ പ്രശ്നം വരുന്നത്. അപ്പോൾ കോട്ടയത്ത് വെള്ളൂർ ആവശ്യമുള്ള സ്ഥലവും എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നിലവിലുള്ളപ്പോൾ സർക്കാർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്താൽ മതി എന്നാണ് എന്നോട് VC തോമസ് പറയുന്നു. അപ്പോൾ സുനിൽകുമാർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ പറയുന്നു, നമസ്കാരം മനു സാർ, ഈ സ്ഥിരം വിളിക്കുന്നവരുടെ ഗീർവാണം കേട്ട് മടുത്തു, പുതിയ പ്രേക്ഷകരെ കൂടി പരിഗണിക്കണം എന്ന് എന്നോട് പറയുകയാണ് ശ്രീ രാധാകൃഷ്ണൻ PR. നമുക്ക് പുതിയ ആളുകൾ ധാരാളം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കാം. ശ്രീ മോഹനൻ മോഹനൻ പാലേരി, വടകര സർ. യെസ് എനിക്കറിയാം. എനിക്ക് പറയാൻ കാരണം വെച്ചാല് കേരളം വളരെ ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ആഗ്രഹിക്കുന്നതാണ് എയിംസ് എന്നുള്ള കാര്യം. അത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സമയം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ്. അങ്ങ് പറയാൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമാണ്, ക്ലിയർ ആണ്. അപ്പൊ കാസർഗോഡുകാരനുണ്ട് നമുക്കൊപ്പം, സന്തോഷ്. സന്തോഷിന്റെ വീട് പെരിയക്കടുത്തോ മറ്റോ ആണ് അല്ലേ? സന്തോഷ് ചെറുവത്തൂരാണ്. അല്ല, എനിക്ക് ആദ്യം ഒരു പ്രതിഷേധം അറിയിക്കാനുണ്ട്. അത് പറഞ്ഞിട്ട് ഒറ്റ സെക്കൻഡോട് പറഞ്ഞേക്കാം. അതായത് VD സതീശനോടാണ് ആ പ്രതിഷേധം. കാരണം ഈ ഈ ഉത്സവ കാലങ്ങളിൽ 2 മാസത്തെ പെൻഷനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, ക്ഷേമ പെൻഷൻ. അതിപ്പോ 1 പ്രാവശ്യം ആക്കി കൊടുത്തതിൽ എന്റെ പ്രതിഷേധമുണ്ട്. കാരണം ഈ 2000 രൂപ കൊണ്ട് 1 മാസം വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അത്രയും വേറൊരു വരുമാനം ഇല്ലാത്തവര്. അപ്പൊ അവർക്ക് ഈ ഫെസ്റ്റിലൊക്കെ ഒരു 500 രൂപ ഡ്രസ്സെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ 2 മാസം പെൻഷൻ കൊടുക്കണം എന്നായിരുന്നു എന്റെ അഭിപ്രായം. ആദ്യം അത് ഞാൻ അറിയിക്കുകയാണ്, VD സതീശനോട് തന്നെയാണ് അറിയിക്കുന്നത്. കാരണം 10-20 ലക്ഷം പേരെ എന്തായാലും ഈ ഒരു കിടപ്പ് രോഗികളും മറ്റൊരാളുള്ളവരൊക്കെ ഈ മേടിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ നേരെ തിരിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം വന്നേക്കുന്നത്. അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ, കാസർഗോഡിന്റെ അപേക്ഷിച്ചെന്ന് വെച്ചാല് ഇവിടെ ഈ എയിംസ് വരാതെ ഇരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നത്, ഇപ്പം നമ്മളെ മംഗലാപുരം നോക്കുമ്പോൾ ഒരു 7 മെഡിക്കൽ കോളേജിലുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ്. അത് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇപ്പൊ കേരളത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്ന ഒരു സാധ്യത. കാരണം അതിൽ ഇൻവെസ്റ്റ് ഉള്ളവർ തന്നെ ഈ കേരളത്തിലുള്ളവരുണ്ട്. അതായത് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇൻവെസ്റ്റ് ഉള്ളവരുണ്ട്, നമുക്കറിയുന്നവരുണ്ട്, ഇൻവെസ്റ്റ് ഉള്ളവരുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ ഈ എയിംസ് പോലുള്ള സാധനങ്ങൾ വരുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ഇവരെല്ലാം അവർക്ക് താല്പര്യമില്ല. ഇപ്പോഴുള്ള ഭരണകക്ഷികളിലും രാഷ്ട്രീയ പാർട്ടികൾക്കായിരിക്കും അവിടെ നിന്ന് കിട്ടുന്ന ഒരു കമ്മീഷൻ ഒക്കെ ഉണ്ട്. അതാണ് ഇവിടെ ഈ കാസർഗോഡിന്റെ അവസ്ഥ ഇത്രയും ദുരവസ്ഥ ആവുന്നതിന് ഒരു കാരണം തന്നെ ഉള്ളത്. കാരണം അവിടെ നമുക്ക് മെഡിക്കൽ കോളേജ് ജില്ലയില് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ഇവിടെ ആയിരിക്കും വരുന്നത്. നമുക്കിപ്പോ കാസർഗോഡ് നിന്നൊക്കെ മഞ്ചേശ്വരത്ത് നിന്ന് വരെ നമുക്കൊരു ഇത് വരണമെങ്കിൽ പെരിയാരം മെഡിക്കൽ കോളേജിൽ എത്തണം. കാരണം നോക്കണം എത്ര ദൂരം ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോകണം. ആ അവസ്ഥ മാറണമെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചിന്ത മാറും. കാരണം എയിംസ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയും യോഗ്യതയുള്ള ഒരു ജില്ലയാണ്. കാരണം രോഗികൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്.
ബാക്കിയുള്ള എല്ലാ ഇത് ഇവിടെ ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ റെയിലായാലും റോഡായാലും എല്ലാം ഉണ്ട്. ആയാലും എല്ലാം ഉള്ളു. വെള്ളത്തിന്റെ കാര്യം ഒരു കുഴപ്പമില്ല. സർക്കാരുകളുടെ സ്ഥലങ്ങളാണ് ഉണ്ട്. മറ്റുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. വേറെ കുടിയൊഴിപ്പിക്കേണ്ട ഒരു പൈസ കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ വരുന്നതാണ്. പക്ഷെ ഇതെന്തുകൊണ്ട് കാസർഗോഡേക്ക് വരാത്തതെന്ന് വെച്ചാൽ മംഗലാപുരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുകളിലെ അവിടെ ഈ മലയാളികളായവർ ഇൻവെസ്റ്റ് ചെയ്യുകയും രാഷ്ട്രീയക്കാരുടെ ഈ അഴിമതികൾ മേടിക്കുകയും പണങ്ങൾ വാങ്ങുന്ന ഇടനിലക്കാരായി നിന്ന് മേടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ അതുകൊണ്ടാണ് കഴിഞ്ഞ LDF സർക്കാർ ഉണ്ടായപ്പോൾ ഈ കാസർഗോഡിന്റെ ഒരു പേര് പോലും അങ്ങനെ ടെലിഫോൺ ലൈൻ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഏതായാലും അങ്ങ് പറയാൻ ഉദ്ദേശിച്ച കാര്യം വ്യക്തമാണ്, കൃത്യമാണ്. ഇപ്പോൾ കാസർഗോഡുകാരുടെ ഒരു പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. അത് സന്തോഷം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ഡൊണാൾഡ് ഡക്ക് എന്നോട് പറയുന്നു, കേരളത്തിൽ ഇത്രയധികം കോൺഗ്രസ് MP മാരുണ്ടായിട്ടും നമുക്കൊന്നും ലഭിച്ചില്ല. ഒരു BJP MP മാത്രം ഉള്ളപ്പോൾ തന്നെ എയിംസ് ലഭിക്കുന്നു. അപ്പോൾ 20 MP മാരും BJP-യുടേതായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഡൊണാൾഡ് ഡക്ക് ചോദിക്കുന്നത്. അപ്പോൾ പങ്കജാക്ഷൻ നായർ നമ്മളോടൊപ്പം ചേർന്നു എന്ന് പറയുന്നു. അപ്പോൾ VC തോമസ് ബാലകൃഷ്ണനെതിരെ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല. അപ്പോൾ ജോൺ എബ്രഹാം എന്നോട് പറയുന്നു, വെൻ റഷീദ് കൊയിലാണ്ടി സ്പോക്ക് ഇൽ അബൌട്ട് ഡേവിഡ് വിജയ് യു കെപ്റ്റ് ക്വയറ്റ് മനു, യു ഡിഡ് നോട്ട് റേസ് വോയിസ് ദെൻ, യു നോ വൺ വിൽ ഹർട്ട് യു ഇഫ് യു റേസ് വോയിസ് അഗേൻസ്റ്റ് നോ വൺ വിൽ ഹർട്ട് യു ഇഫ് യു റേസ് വോയിസ് അഗേൻസ്റ്റ് ബാലകൃഷ്ണൻ എന്നോട് പറയുന്നത്. ഇല്ല അങ്ങനെ റഷീദ് കൊയിലാണ്ടി ഒരിക്കലും ബാലകൃഷ്ണൻ വടകരയും അങ്ങനെ ആളുകളെ അങ്ങനെ മോശമാക്കി സംസാരിക്കുന്ന ഒരാളല്ല. അതെനിക്ക് അദ്ദേഹത്തെ ദീർഘകാലം പൊതുവേദിയിലുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ഈ നമ്മളൊരാളെ ചാടിക്കടിക്കുന്ന കുരങ്ങ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രയോഗമൊക്കെ അത് ശരിയായില്ല. അത് ബാലകൃഷ്ണൻ വടകരെ പോലെ ഒരു ആളിൽ നിന്ന് വരാൻ പാടില്ല. മാത്രമല്ല വ്യക്തി ജീവിതത്തിലെ ആ ഒരു മാന്യതയെക്കുറിച്ചൊക്കെ വളരെ ഉയർന്ന് സംസാരിക്കുന്ന ഒരു ആശയധാരയുടെ ഭാഗമാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെയുള്ളൊരു ആശയം നിങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ ആ ആശയം സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ റഷീദ് കൊയിലാണ്ടി എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ഒരു തെറ്റായ ഒരു വാക്ക് ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തടയും, പക്ഷേ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാലകൃഷ്ണൻ വടകരയും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ഒരു പരിധി ചെറുതായി വിട്ടുപോയി എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്തരം ആളുകളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പരിധി വിടുന്ന രീതി ഉണ്ടാകും. അപ്പോൾ ബാബുരാജ് എന്നോട് പറയുന്നത്, മനു കുറച്ച് ലീവൊക്കെ എടുത്ത് വന്നതല്ലേ, ഇങ്ങനെ പ്രഷർ കയറ്റല്ലേ എന്നാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ എന്നാണ്. അതെ, അപ്പോൾ അത് ഞാൻ ചെറിയ പനിയും അതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ പ്രഷറൊക്കെ കൂടിയതായിരിക്കാം, സാരമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിയമസഭാ സമ്മേളനമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആകെ ചർച്ചയ്ക്ക് 55 മിനിറ്റാണുള്ളത്. ഒരാൾക്ക് 10 മിനിറ്റിൽ കൂടുതൽ കൊടുത്തു, അത് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് എനിക്ക് ഒന്ന് തർക്കിക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളത്. അതുകൊണ്ട് തെറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുവേദിയുടെ പൊതു സ്വഭാവം മാറാതിരിക്കാൻ നമുക്ക് ചില ആളുകളോട് കുറച്ച് സമയം അധികം കൊടുക്കേണ്ടി വരും. അതിന് 2 തരത്തിലെ ആളുകൾക്കാണ് അധിക സമയം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് നിന്നൊരു പ്രേക്ഷകൻ വിളിച്ചു, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തിന് പറയാനുണ്ട്. അവിടെ നമ്മൾ അധിക സമയം കൊടുക്കണം. പിന്നെ നമ്മുടെ പൊതുവേദിയുടെ പൊതു സ്വഭാവത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ തന്നെ ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഒരുപക്ഷെ അവരെന്നെ ഇപ്പം അംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അവർ പിന്നീട് അംഗീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മുരളി എന്നോട് പറയുന്നത്, കാസർഗോഡാണോ പാർട്ടിക്കാർ മുഴുവൻ സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കുന്നു. ഹരിപ്രസാദിനെ എയിംസ് പെരിയയിൽ വരണം എന്ന നിലപാടാണ്. ശരത്ത് ബാലരാമപുരം നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. മധ്യ കേരളത്തിൽ വരണം എയിംസ് എന്നാണ് ശരത്ത് ബാബുവിൻ്റെ പ്രതികരണം. അപ്പോൾ സ്ഥിരം വിളിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് പുതിയ ആളുകൾക്ക് കൂടി അവസരം കൊടുക്കണം. സ്ഥിരം വിളിക്കുന്ന ആളുകൾ ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നു എന്നുള്ള ചില പ്രയോഗങ്ങൾ കൂടി എനിക്ക് ആളുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വിളിക്കുന്ന ആളുകളും പുതിയതായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആണ് വിളിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്ഥിരം വിളിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ആളുകളെ ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ അവർക്ക് പുതിയതായി എന്തെങ്കിലും പറയാനുണ്ടാകും എന്ന ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ സുജാവ് എന്നോട് പറയുന്നത്, എയിം ഷുഡ് കം സംവെയർ ഇൻ ദ മിഡിൽ ഓഫ് കേരള, നോ വൺ നോട്ട് അറ്റ് ദി എൻഡ് ഓഫ് കേരള, സോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വലി ആക്സസിബിൾ ടു എവ്രി വൺ ഇൻ കേരള എന്നും സുജാവിൻ്റെ അഭിപ്രായമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ പാലക്കാടുകാർക്ക് സന്തോഷമാവും. നോക്കാം. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാനൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.
കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി, കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചു വയലാകെ പൂമു. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചു വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി, കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ശ്രീ മുരളീധരൻ PD എന്നോട് പറയുന്നത് എയിംസ് മധ്യ കേരളത്തിൽ വരണം, തൃശ്ശൂരോ എറണാകുളത്തോ വരണം. അപ്പോൾ കാസർഗോഡ് നല്ല ഒരു മെഡിക്കൽ കോളേജാണ് വരേണ്ടതെന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ ഉള്ള മെഡിക്കൽ കോളേജ് കിടത്തി ചികിത്സ ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേപോലെ ചില ആളുകൾ എന്നോട് തുടരെ അപേക്ഷിക്കുന്നത് ഈ സ്ഥിരം വിളിക്കുന്ന ആളുകൾക്ക് പിന്നെ അവർക്ക് മാത്രം കിട്ടുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. സ്ഥിരം വിളിക്കുന്നവർ ഈ കാര്യം മനസ്സിലാക്കാതെ വിഷയം പഠിക്കാതെയൊക്കെ വന്ന് ഇത് അലമ്പാക്കുന്നു എന്ന ആരോപണവും ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ജയകുമാർ എന്നോട് പറയുന്നത് സ്ഥിരം വിളിക്കുന്നവരെ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? അപ്പോൾ എന്നോടൊപ്പം വിജയൻ പാലക്കാട് നിന്ന് ചേരും. ശ്രീ വിജയൻ. ഹലോ, നമസ്തേ. നമസ്കാരം. ഞാനിപ്പോ പറയുന്നത് കാസർഗോഡ് മെഡിക്കൽ കോളേജ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, വേണം. പക്ഷെ എയിംസ് പോലുള്ള പ്രാധാന്യമുള്ള ഒരു ഇത് വരുമ്പോ കാസർഗോഡ് പോലുള്ള ഒരു സ്ഥലത്താണോ വരേണ്ടത്? കാസർഗോഡ് അല്ലല്ലോ വരേണ്ടത്. അതായത് തിരുവനന്തപുരത്തുള്ള ഒരാളാണെങ്കിലും അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ശ്രീ വിജയൻ അത് പാലക്കാട് വന്നാൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ? ഞാൻ പാലക്കാട് വരണം എന്നാണ് പറയുന്നത്. കാരണം ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ നടുഭാഗമൊക്കെ ആയിട്ട് വരുമ്പോ അത് വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ ഒരു ഭാഗത്ത് കർണാടകത്തോട് ചേർന്ന് നിൽക്കുന്ന ജില്ലയിൽ വരുമ്പോ അത് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പാലക്കാട് വന്നാൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എത്തിച്ചേരാൻ കഴിയും. അതായത് മാത്രമല്ല തമിഴ്നാടിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾക്കും അത് ഉപയോഗിക്കാൻ കഴിയും. അതെ, തീർച്ചയായും. അപ്പൊ രണ്ട് സംസ്ഥാനങ്ങൾക്ക് കൂടി നേട്ടമുണ്ടാകുന്ന തരത്തിലേക്ക് സംസ്ഥാനങ്ങൾക്ക് കൂടി നേട്ടമുണ്ട്.
അപ്പോൾ പക്ഷെ ഞാൻ പാലക്കാട് വീടുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ പക്ഷപാതപരമായി പറയുകയാണെന്ന് വിചാരിക്കും. ശ്രീ വിജയന് പറയാം. അതല്ല, ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് എന്തുകൊണ്ട് ചേർന്നൊരു ജില്ല കൂടിയാണ് ഈ പാലക്കാട്. പക്ഷെ അവിടെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലം പോലെ അവിടെ ഒരു 200 ഏക്കർ സ്ഥലം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് 200 ഏക്കറിനൊന്നൊരു ക്ഷാമവും ഇല്ല. പാലക്കാട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അത് ശരി. പാലക്കാട് 200 ഏക്കറിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു ജില്ലയാണ് പാലക്കാട്. ഇതില് അതായത് നമുക്ക് എന്തുകൊണ്ടും ഗുണം ചെയ്യുക പാലക്കാട് വന്നാലായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ റഷീദ് കൊയിലാണ്ടി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദ് കൊയിലാണ്ടി, നമസ്കാരം. ശ്രീ റഷീദ് കൊയിലാണ്ടിക്ക് എയിംസ് പാലക്കാട് വരണോ കാസർഗോഡ് വരണോ? രണ്ടിടത്ത് വന്നാൽ അങ്ങേക്ക് ഒരേ ദൂരമാണ് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എയിംസ് എവിടെ വന്നാലും സന്തോഷമേ ഉള്ളൂ. എയിംസ് വരുന്നു, എയിംസ് ഇതാ വന്നു കഴിഞ്ഞു, അതിന് അന്വേഷണത്തിന് വേണ്ടി അന്വേഷണ സംഘം വരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം എയിംസ് വന്നാൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരുവനാണ് ഞാൻ. അത് കേരളത്തിലെ മുഴുവൻ ജനതയും ഇങ്ങനെ ഒരു സംവിധാനം, ഒരു ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അത് എല്ലാ മേഖലകളിലും കയ്യെത്തും ദൂരത്ത് തിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റൽ വരണം. അത് കാസർഗോഡായാലും കുഴപ്പമില്ല, കോഴിക്കോടായാലും കുഴപ്പമില്ല, ചാലക്കുടിയിലായാലും കുഴപ്പമില്ല, പാലക്കാടായാലും കുഴപ്പമില്ല, തിരുവനന്തപുരത്തായാലും കുഴപ്പമില്ല. എവിടെയാണോ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ നിലയിലും വരുത്തി വെക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന സ്ഥലം ഏതാണ്? എത്രയും വേഗതയിലും എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യമുള്ള സ്ഥലം ഏതാണോ ആ സ്ഥലത്ത് എയിംസ് വരണം. നമ്മളൊക്കെ ഉള്ള കാലത്ത് തന്നെ അതൊന്ന് വന്നു കണ്ടാൽ മതിയായിരുന്നു എന്ന ഒരു ആലോചനയാണ് മനസ്സിലുള്ള, ആഗ്രഹവുമാണ് മനസ്സിലുള്ളത്. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പലരും പല വിധത്തിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് മനു? അത് പരാജയപ്പെടാൻ പാടില്ലല്ലോ. ഏത് വിധേനയും നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നതിൽ എല്ലാവരും താല്പര്യം പ്രകടിച്ചു. അത് എവിടെയാണെങ്കിലും, നമ്മളിപ്പോ തിരുവനന്തപുരം RCC പോകുന്നില്ലേ, നമ്മൾ അമൃതയിൽ പോകുന്നില്ലേ, നമ്മൾ മറ്റു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? കേരളത്തിൽ എവിടെയായാലും എന്താ നമുക്ക് കുഴപ്പം? കേരളത്തിൽ എവിടെയെങ്കിലും എയിംസ് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ വലിയ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മൈക്കിൾ ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മൈക്കിൾ. സാറേ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ, എയിംസ് കേരളത്തിൽ എവിടെ വന്നാലും അത് നല്ല കാര്യമാണ്. എവിടെ വന്നാലും ഈ നമുക്ക് കേരളീയർക്ക് ഒരു അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയാണ്. പക്ഷെ അത് എനിക്ക് നടക്കുമെന്നുള്ളതാണ് സംശയം. കാരണം ഈ കേന്ദ്രം ഇങ്ങനെ ഡൽഹിയിൽ കേന്ദ്രത്തിൽ ഇരുന്നോണ്ട് നോക്കുമ്പോൾ കേരളത്തില് അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യം അവർക്ക് തോന്നുന്നില്ല. അതാണ് പ്രശ്നം. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെയാണ്. നമുക്കറിയാം പാലക്കാട്, ഞാൻ എന്റെ ചെറുപ്പം മുതലേ കേൾക്കുന്നത് പാലക്കാട് ഒരു കോച്ച് ഫാക്ടറിയുടെ കാര്യം അറിയാമല്ലോ സാർ? കോച്ച് ഫാക്ടറി വന്ന് അതിന്റെ അടിത്തറ വരെ ഇളക്കിക്കൊണ്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാ കോച്ച് ഫാക്ടറി വരുന്നു പാലക്കാട്. അതുപോലെ എയിംസും കേരളത്തിൽ അതുപോലെ വരുമെന്നാണ് എന്റെ ഒരു ധാരണ. അല്ലാതെ കേരളത്തിൽ ഇവിടെ കൊണ്ട് എയിംസ് വന്നിട്ട് കേരളത്തിലെ ആളുകളെ നന്നാക്കാനൊന്നും കേന്ദ്ര സർക്കാരുകൾ, അത് എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ് ഭരിച്ചപ്പോഴും അതേ ഒരു സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നോക്കുമ്പോൾ ഇതാണ്, കേരളത്തിൽ അങ്ങനെ ആരോഗ്യ രംഗത്ത് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള ധാരണയുടെ പുറത്താണ്. അത് ഇനിയും അത് തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വലിയ മെച്ചപ്പെട്ട നല്ല കാര്യം വന്നാൽ നല്ലതാണ്, പക്ഷെ വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം, വ്യക്തമാണ്. അപ്പം എന്നോട് ശ്രീ ജോൺ എബ്രഹാം ചോദിക്കുന്നത്, ഇത് ഒരു ചെറിയ ടൗണല്ലേ കാസർഗോഡ്, അതുപോലെ സ്ഥലത്ത് എയിംസ് വേറെ എവിടെയെങ്കിലും ഇന്ത്യയിൽ ഉണ്ടോ എന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ചെറിയ ടൗണുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ തെലുങ്കാനയിൽ ബിബിനഗറിലാണ് എയിംസ് ഉള്ളത്, ജമ്മുവിൽ പിന്നെ വിജയ്പൂരിലാണ് എയിംസ് ഉള്ളത്, മംഗളഗിരിയാണ് ആന്ധ്രാപ്രദേശിൽ എയിംസ് ഉള്ളത്, കല്യാണിയിലാണ് ബംഗാളിൽ എയിംസ് ഉള്ളത്. അപ്പോൾ ഈ എയിംസ് ദിയോഗാഡിലാണ് പിന്നെ ജാർഖണ്ഡിൽ എയിംസ് ഉള്ളത്. അപ്പോൾ എയിംസ് ഒരു സ്ഥലത്ത് വരുമ്പോൾ ആ സ്ഥലം പിന്നീടൊരു പ്രധാനപ്പെട്ട നഗരപ്രദേശമായി മാറിക്കോളും.
അപ്പോൾ അവിടേക്കുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ്, ആളുകൾക്ക് അങ്ങോട്ട് വരാൻ കഴിയുക. കാരണം എയിംസ് വരുന്നതോടുകൂടി ആ സ്ഥലം, അവിടെ ആളുകളുടെ വരവ് അങ്ങോട്ട് വരുമെന്ന് മനസ്സിലാക്കി അവിടെ ആ നിലയ്ക്കുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അതിന് തൊട്ടടുത്ത് ഈ എയർപോർട്ട് കണക്ടിവിറ്റിയും അതുപോലുള്ള റോയൽ റോഡ് കണക്ടിവിറ്റിയും ഉണ്ടോ എന്നതാണ് നമ്മൾ പ്രധാനമായി നോക്കേണ്ടത് എന്നാണ് എനിക്ക് ശ്രീ ജോൺ എബ്രഹാമിനോട് പറയാനുള്ളത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. മനു, കാസർഗോഡ് സഫർ മേജർ സെറ്റ് ബാക്ക് ഇൻ ഹെൽത്ത് കെയർ, സോ വൈ നോട്ട്, ബിക്കോസ് കാസർഗോഡ് is a part of Kerala, which MP brings it immaterial because it is constituted for the state's health welfare എന്ന് എന്നോട് ശ്രീമതി ഗീത മേനൻ പറയുന്നു. അപ്പോൾ കാസർഗോഡ് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയോടും കൂടി നല്ലൊരു മെഡിക്കൽ കോളേജാണ് അത്യാവശ്യമെന്ന് നന്ദകുമാർ പറയുന്നു. കേരളത്തിൽ ഒരു കാലത്ത് എയിംസ് വരില്ലെന്ന ആശങ്കയാണ് സന്തോഷ് പരിപ്പായി മുന്നോട്ട് വയ്ക്കുന്നത്. ഓണത്തിന് 2 മാസം പെൻഷൻ കൊടുക്കുമ്പോൾ പിന്നെ അടുത്ത പെൻഷൻ കിട്ടണമെങ്കിൽ 2 മാസത്തോളം എന്നുകൂടി നമ്മുടെ കാസർഗോഡിലെ സുഹൃത്തിനെ മനസ്സിലാക്കിക്കണം. 1 മാസം ഇപ്പോൾ കൊടുത്തിട്ട് അടുത്ത മാസം കൊടുക്കുന്നതല്ലേ ശരി എന്ന് എന്നോട് ശശിധരൻ പിള്ള ചോദിക്കുന്നു. ഹക്കീം ബേക്കൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഇന്ന് നമുക്കൊപ്പമുണ്ട്. കാസർഗോഡ് ജില്ല പിറന്നിട്ട് 40 വർഷമായി ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലയാണ്. ഇവിടെ എൻഡോസൾഫാൻ ഇരകളെ ആയ മക്കളെ കൊണ്ട് കുറേ അമ്മമാർ വളരെ പ്രയാസപ്പെടുന്നു എന്നാണ് ഹക്കീം ബേക്കൽ എന്നോട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് എന്താണ് കൊണ്ടുവന്നത് എന്ന് എന്നോട് ഡൊണാൾഡ് ഡക്കും ചോദിക്കുന്നു. അപ്പോൾ ശ്രീ മോഹനൻ എന്നോടൊപ്പം ചേരുന്നു ചോറ്റാനിക്കരയിൽ നിന്ന്. അതിനു മുമ്പേ ശ്രീ കെ ജി കുമാറുണ്ട്. ശ്രീ കെ ജി കുമാർ, ഹലോ, ഗുഡ് ഈവനിങ്. ശ്രീ കെ ജി കുമാറിന് തോന്നുന്നുണ്ടോ ഇനി എയിംസ് യാഥാർത്ഥ്യമാകും എന്ന് ഉറപ്പക്കാരായോ നമുക്ക്? എയിംസ് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു തോന്നല് എല്ലാവർക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഉചിതമായ ഇടത്ത് വെച്ച് എയിംസിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഈ പിന്നെ എയിംസ് മധ്യ കേരളത്തിൽ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാര്യം പാലക്കാട് പോലെ ഈ പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലോ ഈ സ്ഥലം 200 ഏക്കർ ആണല്ലോ പറയുന്നത്. അപ്പൊ ആ സ്ഥലം കിട്ടാവുന്ന ഒരു മേഖല കണ്ട സംസ്ഥാന സർക്കാരും കൂടി മുൻകൈ എടുത്ത് ഇടണം. ഇപ്പൊ 20 MP മാരുണ്ടല്ലോ കേരളത്തിൽ നിന്ന്. നേരത്തെ ഞാൻ അങ്ങ് കൊട്ടാരക്കരക്കാരനായതുകൊണ്ട് പറഞ്ഞാണ്, ഈ കോട്ടയത്തും ഒക്കെ എയിംസിനെ പറ്റിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ വെള്ളൂരിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ ഭൂമിയിൽ നിന്ന് 227 ഏക്കർ എടുത്ത് അവിടെ എയിംസ് നിർമ്മിക്കാമെന്നൊക്കെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ ഈ തിരുവിതാംകൂറിലോട്ട് വരണമെന്ന് പറയുമ്പോൾ പിന്നെ അത് പ്രാദേശികവാദം എന്നുള്ള മധ്യ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും തുല്യ ദൂരമായിട്ട് കിട്ടത്തക്ക രീതിയിൽ വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു. ഇപ്പൊ കാസർഗോഡിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അവിടെ താലൂക്ക് ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്നും പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നു, യാതൊരു ഫെസിലിറ്റീസും ഇല്ലെന്ന്. വയനാട് മെഡിക്കൽ കോളേജും നമ്മൾ അറിഞ്ഞിടത്തോളം ഒരു മെഡിക്കൽ കോളേജിൽ ഞാനിപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ പ്രതിനിധിയോട് ചോദിക്കുകയായിരുന്നു അവിടുത്തെ സാഹചര്യം. അപ്പം എന്നോട് അവിടെ ബൈജു എന്നോട് പറയുന്നത് അവിടെ കിടത്തി ചികിത്സയില്ലെന്നാണ്. ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. കിടത്തി ചികിത്സ വയനാടും അതേപോലെ താലൂക്ക് ആശുപത്രിക്ക് ബോർഡ് വെച്ചിരിക്കുവാണ്. കാര്യം മഹാന്മാരെല്ലാം ജയിച്ചു പോകുന്ന സ്ഥലമാണ് ഇപ്പൊ വയനാട്. അത് 4.5 ലക്ഷം വോട്ടിനൊക്കെയാണ് ജയിച്ചു പോകുന്നത്. അപ്പൊ അവർക്ക് ബോർഡ് മാറ്റിയാൽ മതിയല്ലേ? മുൻകൈ എടുക്കുന്നില്ല. അതായത് രാഷ്ട്രീയ എതിരാളികളെ കൊഞ്ഞണം കുത്തുകയും കുറ്റം പറയുകയും മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഇവിടുന്ന് ഈ 20 MP മാരില്ലയോ, അതിൽ ഒരാള് ഇടതുപക്ഷത്തിന്റെയാണ്, ഒരാള് BJPയുടെയാണ് ഈ ഭരിക്കുന്നത്. ബാക്കി പിന്നെ കോൺഗ്രസിന്റെ പേരിന് 18 ഉണ്ടല്ലോ. പിന്നെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ 18 MP മാര് വേറെ ഉണ്ടല്ലോ. ഇവർക്കൊക്കെ എന്താ പണി? ഇവർക്ക് ഈ ശമ്പളം വാങ്ങുന്നതും ബാറ്റ വാങ്ങുന്നതും സൂക്ഷിച്ചു നടക്കുന്നതും മാത്രമല്ല. അവര് പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞിടയ്ക്ക്. അത് അങ്ങനെയല്ലേ? അപ്പോഴല്ലേ ഈ പ്രഖ്യാപനം വന്നു ഉചിതമായ സമയത്ത്? അല്ല, ഇവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. കാര്യം എത്രയോ ഇപ്പൊ 10 കൊല്ലം അടുപ്പിച്ച് മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചതല്ലേ. അന്ന് 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ ഇവിടുന്ന്. ഈ 9 കേന്ദ്രമന്ത്രിമാർ ഇവിടുന്ന് ഉണ്ടായിരുന്നു. ഒരു കാര്യവും അവർ വേണ്ട രീതിയിൽ ശ്രമിച്ചില്ല. ഈ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, പാലക്കാട് ഡിവിഷൻ റെയിൽവേ മുറിച്ച് തമിഴ്നാട് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇവിടെ വേറെ ഏതാണ്ട് ഇങ്ങോട്ട് കേരളത്തിലോട്ട് തന്നു കളയും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും തന്നു നമ്മൾ കണ്ടില്ല. അണ്ണാജിമാർ കൊണ്ടുപോയി. അന്ന് ലാലു ആയിരുന്നു റെയിൽവേ മന്ത്രി. തമിഴ്നാട്ടിൽ നിന്നുള്ള പാട്ടാളി മക്കൾ കക്ഷിയുടെ വേലു ആയിരുന്നു സഹമന്ത്രി. അവർ രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്തത്. ഈ തമിഴ്നാടിന് കൊണ്ടുപോയത് സഹമന്ത്രി ഈ പിന്നെ വേലുവും കൂടെ ചേർന്നാണ് ഇത് കൊണ്ടുപോയത്. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ച്, താങ്കൾക്ക് അറിയാവുന്നതല്ലേ, പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ച്. എന്നിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാ പറഞ്ഞ ഈ കേരളത്തിന് അർഹമായിട്ടുള്ളത് നേടിയെടുക്കണം. ഭൂമിശാസ്ത്രപരമായിട്ട് ഇതൊരു ചെറിയ സംസ്ഥാനമാണ്. ഇത്രയും കാലമായിട്ട് എത്രയോ ദേശീയ നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. 10 ജൻപതിലെ പിന്നെ ഇത് ഇപ്പൊ തന്നെ ഈ ഒരു ദേശീയ നേതാവ് ഇപ്പൊ പിന്നെ 10 ജൻപതിൽ കയറി കൂടിയിട്ട് വർഷം എത്രയായി?
അയാൾ വന്നതിന് ശേഷം ശ്രമിച്ചിരുന്നെങ്കിൽ തന്നെ എന്നെ എംസ് എവിടെങ്കിലും ഉചിതമായ ഒരു സ്ഥലത്ത് കണ്ടുപിടിക്കാമായിരുന്നല്ലോ. അതൊക്കെ അല്ലേ ആദ്യം ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ രാഷ്ട്രീയം മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അതാണ് മധ്യ കേരളത്തിൽ എവിടെങ്കിലും വരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ എല്ലാ 3.5 കോടി ജനങ്ങൾക്കും തുല്യമായ രീതിയിൽ അത് പ്രയോജനപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മോഹനൻ എന്നോടൊപ്പം ചേരുന്നത് ചോറ്റാനിക്കരയിൽ നിന്ന്. ശ്രീ മോഹനൻ, നമസ്കാരം. അതായത് നമ്മുടെ ഒരു പദ്ധതി വരുമ്പോ നമ്മുടെ കേരളത്തിന്റെ മധ്യഭാഗത്താണ് വരേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാല് എല്ലാവർക്കും എത്തിപ്പെടുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്, അല്ല പ്രാദേശിക വാദങ്ങളൊന്നുമല്ല. അതൊന്നും മധ്യഭാഗത്താണെങ്കിൽ വരും. പക്ഷെ എറണാകുളം ജില്ലയിൽ ഭൂമി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും, വില ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത്. പിന്നെ എറണാകുളം ജില്ലയോട് ചേർന്നാണ് കോട്ടയം ജില്ലയെ വെള്ളൂർ എന്ന് പറഞ്ഞ നിർദ്ദിഷ്ടമായി ഉദ്ദേശിക്കുന്ന സ്ഥലം. അത് നല്ല ഒരു ആപ്റ്റാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ സ്ഥലവും കിട്ടുകയും ചെയ്യും, ഏതാണ്ട് കേരളത്തിന്റെ മധ്യഭാഗത്തായി വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും സൗകര്യമുള്ളതാണ്. പിന്നെ ഇപ്പൊ ഇവിടെ കേരളത്തിൽ തൃശ്ശൂർ, കൊരട്ടി, ആലപ്പുഴയിൽ വള്ളിപ്പുറം ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്ഥലങ്ങൾ ചർച്ചയിലുണ്ടായിരുന്നു. അതെ, എന്നാലും നമ്മുടെ കോട്ടയത്തുള്ള ആ വെള്ളൂർ മുനിസിപ്പാലിറ്റി സ്ഥലം അനുകൂലമാണ്. കാരണം മധ്യഭാഗത്ത് വരുമ്പോഴേ എറണാകുളത്തിന്റെ കേരളത്തിന്റെ മധ്യഭാഗത്ത് വരുമ്പോൾ അത് അനുകൂലമാണ്. പിന്നെ ഈ കേരളത്തിലെ എംപിമാരുണ്ടായിട്ട് എന്ത് ചെയ്യണം, അവരെ കുഴപ്പമൊന്നുമല്ല, അത് കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാരല്ലേ കൊടുക്കുള്ളൂ. ഇവരെന്ത് ചെയ്താലും അത് നമുക്ക് ശാസ്ത്രീയ നമുക്കറിയാലോ. സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഞാൻ ഒരാളെയും കൂടി നമുക്ക് എടുക്കാനുണ്ട്. അപ്പൊ ശ്രീ വിജയൻ, ശ്രീ വിജയൻ, ഈ കൊല്ലം ജില്ലയിൽ ഒരു എയിംസിന് സാധ്യതയൊന്നും കാണുന്നില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട്. സ്ഥലമൊന്നും അത്ര കൂടുതൽ സ്ഥലമൊന്നും ഉള്ളതായിട്ട് അറിയാൻ വയ്യ സാറേ. അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിപ്പോ ഈ കേരളത്തിൽ എവിടെയായാലും നമുക്കൊരെണ്ണം കിട്ടിയാൽ അത് അത്രയും നല്ലതല്ലേ. അത് നല്ലതാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ തുടക്കത്തിലേ തന്നെ ഒരു പുള്ളി എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ഒരുപാട് കാശുകൾ ചെലവാക്കി പല പല കാര്യങ്ങളും ചെയ്തു. അതുകൂടാതെ ഇതിനു വേണ്ടിയും പല കാര്യങ്ങളും ഈ ചാനലുകളിൽ തന്നെ വന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ചെവിയുണ്ട്, വേണ്ടുന്നത് ചെയ്യും. അത് സ്ഥലത്തിന്റെ പരിമിതിയുണ്ട്, ഏത് സ്ഥലത്ത് വേണം എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ ഈ 20 എംപിമാരുള്ളതിൽ 18 പേരും അവിടെ ഇരിപ്പുണ്ടല്ലോ സാറേ. 19 പേരും ഉണ്ടല്ലോ. അവർക്ക് ഒരുമിച്ചൊക്കെ നിന്നാ പോരെ സാറേ, എല്ലായിടത്തും പറഞ്ഞാ പോരെ. ആഭ്യന്തരമന്ത്രിയുണ്ട്, ധനകാര്യമന്ത്രിയുണ്ട്, പിന്നെ അവര് കണ്ടു, അവര് ആരോഗ്യമന്ത്രിയെ കണ്ടല്ലോ. നമ്മുടെ എല്ലാ എംപിമാരും പോയി ആരോഗ്യമന്ത്രിയെ കണ്ടല്ലോ. പറഞ്ഞില്ല, നിങ്ങൾക്ക് കേരളത്തിന് തരത്തില്ല, നിങ്ങൾക്ക് തരാൻ അതിനുള്ള യോഗ്യതയില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. ഇപ്പൊ ഇത് അവർക്ക് ഇതൊന്നും അല്ലല്ലോ. അവര് പോയി അവിടെ പുറകിൽ ചെന്നിരുന്ന് രാജ്യസഭയിൽ ചെന്നിരുന്നുകൊണ്ട് ശരി. അപ്പൊ ഏതായാലും സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം ഗോമാതാജി ഒക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഗോമാതാജി പറയുന്നത് KG കുമാർ കൊട്ടാരക്കര ഒരു എൻസൈക്ലോപീഡിയാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്ന് പറയും. അപ്പോൾ സെബാസ്റ്റ്യൻ CA എന്നോട് പറയുന്നത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി കോൺഗ്രസ്സിന് ഓൺലി റെസ്പോൺസിബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഏതായാലും ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇത് വരാൻ സാധ്യതയുണ്ടോ കാസർഗോഡ് എയിംസ്? എന്താണ് ആളുകളുടെ പ്രതീക്ഷ? അപ്പോൾ 46% ആളുകൾ മാത്രമേ എയിംസ് കാസർഗോഡ് വരാൻ സാധ്യതയുള്ളൂ എന്ന് കരുതുന്നുള്ളൂ. 54% ആളുകൾ അത് പഴയതുപോലെ പ്രഖ്യാപനമാകുമോ എന്ന ആശങ്ക പങ്കുവെക്കുന്നവരാണ്. ഏതായാലും കേരളത്തിന് എയിംസ് ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. അത് ഏത് ജില്ലയിൽ സ്ഥാപിക്കണമെന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കാസർഗോഡിന് പുറമെ ആലപ്പുഴയും കോട്ടയത്തും തൃശ്ശൂരും ഒക്കെ ഇത് സാധ്യമാണോ എന്ന് പരിശോധിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന ചോദ്യം മറ്റൊന്നാണ്, കേരളത്തിന് എപ്പോൾ എയിംസ് ലഭിക്കും എന്നതാണ്. വർഷങ്ങളായി കേരളം അതിന് കാത്തിരിക്കുകയാണ്. സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളൊക്കെ തുടരുന്നതിനിടെ പദ്ധതി വൈകാൻ പാടില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് എയിംസ് യാഥാർത്ഥ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.